ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ കോഴിക്കോട് പോവാണ്, ടൂറ് പോകുകയാണ്. അപ്പം അവിടെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കാണിക്കും വേണം. അപ്പം നമുക്ക് പോവാം. അപ്പം ഉമ്മ ഹോസ്പിറ്റലിലേക്ക് കയറിയിരിക്കണേ. ടോക്കൺ നമ്പർ ആകുമ്പോൾ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ കുട്ടീനെ ആ നേരം കൊണ്ട് ഒരുക്കി കൊടുക്കാണ്. ഓളങ്ങനെ ഒരുക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ നേരത്തെ പോന്നിക്കണേ രാവിലെ. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ കയറിയിരിക്കണേ. അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഇപ്പം ഹൈലൈറ്റ് മാൾക്ക് പോന്നേ. ഞങ്ങൾ ഫസ്റ്റ് മറിയം വേൾഡിലേക്ക് പോകണം എന്നാണ് വിചാരിച്ചിനിയത്. അപ്പോൾ അവിടെ കാക്കുൻ്റെ ചെങ്ങായി ഉണ്ട്, എന്തോ കട എന്തോ ഉണ്ട്. അപ്പോൾ അവർക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് 2 മണിയാവും തുറക്കണമെങ്കിൽ, അപ്പോഴാണ് വരാൻ പറ്റുള്ളൂ പറഞ്ഞ്. അപ്പം ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാൾക്ക് വന്ന് ഇപ്പം അവിടെയാണ്. അപ്പം ഞാനും ഉമ്മയും ഇവിടെ കുറേ മീനും ഇറച്ചിയൊക്കെ ഇങ്ങനെ നല്ല രസത്തിലാക്കി വെച്ചിക്കണേ. അപ്പം അതൊക്കെ നോക്കി ഇങ്ങനെ പോകുകയാണ്. കാക്കും കുട്ടിയും ആയിട്ടായി ഇങ്ങനെ വരുന്നുണ്ട്. ഓല അപ്പുറത്തെ സൈഡ് നോക്കും, ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് നോക്കും. അപ്പുറത്ത് ബേക്കറികളോ എന്തൊക്കെയോ ആണ്. കുട്ടി ലൈറ്റൊക്കെ കണ്ടിട്ട് ഓക്കും ഭയങ്കര ദഹിക്കണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പച്ചക്കറിൻ്റെ അങ്ങോട്ട് പോയി. വെറുതെ ഇങ്ങനെ എല്ലായിടത്തും കൂടി നടന്ന് കണ്ട്. അവിടെ നല്ല വിലയാണ് സാധനങ്ങൾക്കൊക്കെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ എന്തും വാങ്ങിയിട്ടൊന്നുമില്ല. കുട്ടിക്ക് മുട്ടായി വാങ്ങിയെന്നല്ലാതെ ഞങ്ങളല്ല. പക്ഷെ എന്തും വാങ്ങിയിട്ടില്ലെങ്കിലും എല്ലായിടത്തും ഞങ്ങൾ കയറി കണ്ടുക്കണേ. ഇനി ഞങ്ങൾ ബീച്ചിൽ പോകാൻ വിചാരിച്ച്. 2 മണി കഴിയും മറിയം വേൾഡ് ഓപ്പൺ ആവാനേ. അപ്പം പിന്നെ അതുവരെ വെറുതെ ഒക്കെ ഉണ്ടല്ലോ വിചാരിച്ചെങ്കിൽ പിന്നെ ബീച്ചിൽ പോയി. അപ്പം നിച്ചുവിന് ആദ്യമായിട്ടാണ് കടൽ കാണാൻ കൊണ്ടുപോണേ. അപ്പം കാക്കോളം എല്ലാം നേരത്തൊക്കെ വെച്ച് നോക്കലുണ്ട്, വിളിച്ചിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടേ പറ്റ ദൂരത്തൊക്കെ ഉണ്ടല്ലേ, ഞാൻ പിടിച്ചോണട്ടത് വെച്ച്. അപ്പൊ കാല് വെള്ളം തിരമാല ഇങ്ങനെ അടിച്ചപ്പോ നമ്മളെ കാൽമക്ക് വെള്ളമായി. ഇപ്പൊ വെള്ളം പേടിയായി തോന്നലുണ്ട്. കടലൊക്കെ പേടിയാ. അപ്പൊ ഇപ്പൊ സമയം ഏകദേശം 2 മണി ആവാനായി. അപ്പൊ ഞങ്ങൾ മറിയം വേൾഡിലെത്തി. നല്ല വരിയായി. അപ്പൊ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പം അവിടെ ചെന്നപ്പോ ഉണ്ട് എല്ലാവരും കിളികളെയൊക്കെ തീറ്റൊക്കെ കൊടുത്ത് കയ്യിലേക്ക് വരുത്തണേ. അത് കഴിഞ്ഞ് ഞങ്ങള് കുറേ പല ശരിക്കൊണ്ടത്തെ മീനും എലിയും ഇതൊക്കെയൊക്കെയോ ഉണ്ട് അവിടെ. അവിടെയൊക്കെ പെരും വരി ഇനി. അതോടെ പിന്നെ ഞങ്ങൾ വല്ല അതിന് പോയി. മീനിനെയൊക്കെ കണ്ടപ്പോൾ കുട്ടിക്കും വലിയ ഇതായി. കാരണം അതിന് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ മീനിനെ കാണാൻ നല്ല രസമുണ്ട്. വലിയ വാലും ഇതൊക്കെ. അത് കുറച്ച് നേരം ഞങ്ങൾ നോക്കിന്ന്. ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിനി. അപ്പോൾ ഞങ്ങളവിടെ പോയി എടുത്ത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഷോർട്ടാക്കി ഇട്ടിക്കണ്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ റീലായുണ്ട്. അപ്പം ഞങ്ങൾ മത്സ്യകന്യകനെ കാണാൻ പോയപ്പോൾ ഫസ്റ്റ് കണ്ടത് മത്സ്യകന്യകനെയാണ്. അപ്പം അത് കുട്ടീനോട് കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടി അവിടെ കുറച്ച് നേരം നിന്ന്. ഇമ്മി ഞാനൊക്കെ മത്സ്യകന്യക ഉണ്ടായിരുന്നു പോയതാണ്. നോക്കിയപ്പോൾ മത്സ്യകന്യകനാണ്. നമുക്ക് പിന്നെ ഏതായാലും കുഴപ്പമില്ല.
അപ്പൊ മത്സ്യക്കന്നിക്ക് എന്ത് കാട്ടിയിട്ടും കുട്ടി നുളോളി നിർത്തണില്ല. കുട്ടി നുളോളിച്ചാണ്. കുട്ടി കന്യകാലം കണ്ടി പേടിച്ചിക്കണോ അതുകൊണ്ട്. ഇതൊരു വേറെ ലെവൽ അനുഭവമാണ് ഞങ്ങൾക്ക്. കടലിൻ്റെ അടിയിൽ കൂടി ഒക്കെ പോണ മാതിരിയൊക്കെ തോന്നുന്നു. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തി. തിരിച്ചു പോകുന്ന ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.